ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ഡെയിലി വ്ളോഗ് ഇടാൻ പോവുക കേട്ടോ. എത്രത്തോളം സക്സസ് ആവും എന്നുള്ളത് എനിക്കറിയില്ല, എന്നാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഇടയായിട്ട് എൻ്റെ ലൈഫിന് കുറച്ച് ഓർഡർ കുറവാണ്, ഒരു കുത്തഴിഞ്ഞ് ലൈഫാണ് കേട്ടോ. കറക്റ്റ് സമയത്ത് എഴുന്നേൽക്കുക എന്ന് പറയുന്ന പരിപാടിയേ ഇല്ല. അപ്പോൾ വ്ളോഗ് എടുക്കുകയാണെങ്കിൽ അങ്ങനെയെങ്കിലും കുറച്ച് മോട്ടിവേറ്റഡ് ആയിട്ട് ഓർഗനൈസ്ഡ് ആവുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ട്രയൽ. എനിവേ ഫസ്റ്റ് തന്നെ പാളിപ്പോയി കേട്ടോ. രാവിലെ 7 മണി 6:30 ആയപ്പോൾ എഴുന്നേക്കണം എന്ന് ഓർത്തിട്ട് ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേനും ഒരു 8-8:30 വേറെ ഒന്നുമല്ല, 1 ഡിഗ്രി ആയിരുന്നു ഔട്ട്സൈഡ് വെതർ എന്ന് പറയുന്നത്. അതുകൂടാതെ എനിക്കാണെങ്കിൽ ഒരു പനി മാറിയതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. ഇപ്പോഴും സ്റ്റില്ല് നമുക്ക് ചുമയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചൂടുവെള്ളമൊക്കെ കുടിച്ചിട്ടാണ് രാവിലെ തന്നെ എഴുന്നേൽക്കുന്നത്. ഞാനൊരു കുട്ടി ഫ്ലാസ്ക് നമ്മുടെ ഇക്കയെ പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ മുടിയാണെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം നല്ലപോലെ കൊഴിയുന്നുണ്ട്. അതുകൊണ്ട് രാത്രിയിൽ ഞാനിപ്പോൾ പിന്നിട്ടിട്ടാണ് കിടന്നുറങ്ങുന്നത്. നന്നായിട്ട് പൊട്ടിപ്പോകുന്നുണ്ട് മുടി. അപ്പോൾ അതുകൊണ്ട് നിബിൻ്റെ എണ്ണ നിബിനറിയാതെ കട്ടെടുത്ത് ഞാനിപ്പോൾ എല്ലാ ദിവസവും രാവിലെ അത് തലയിൽ പുരട്ടാറുണ്ട്. അതിനകത്ത് വൈറ്റമിൻ ഇ ഒക്കെ ഉണ്ടെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്തായാലും അത് പുരട്ടി കഴിയുമ്പം കുറച്ചൊന്ന് ഒതുങ്ങിയിരിക്കും. ഇതിൻ്റെ എല്ലാം തുടക്കം ഞാനൊന്ന് കെരാറ്റിൻ ചെയ്തതാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നാട്ടിൽ പോയപ്പം കെരാറ്റിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. കെരാറ്റിൻ ചെയ്യാൻ പോയിട്ടുള്ള മിക്കവരും പറയുന്ന സെയിം ഡയലോഗാണ് കേട്ടോ ഇത്. സ്കിന്നിൻ്റെ കാര്യമാണെങ്കിൽ പറയും വേണ്ട. എൻ്റെ കുറച്ച് ഡ്രൈ സ്കിന്നാണ്, അറ്റ് ദ സെയിം ടൈം സെൻസിറ്റീവാണ്. അതുകൊണ്ട് വിൻ്റർ ആയി കഴിഞ്ഞപ്പം ഫുള്ള് ഡ്രൈ ആയിട്ട് ഒരു രക്ഷയില്ല. ഞാനിനി എന്ത് ക്രീം മേടിച്ച് പുരട്ടും എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്നതൊന്നും ഒരു എഫക്റ്റും ഇല്ല കേട്ടോ. ഓസ്ട്രേലിയയിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു മോയ്സ്ചറൈസർ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഹെൽപ്ഫുള്ളായിരിക്കും. ഇനി പുതിയൊരു വട്ടാണ് നമ്മുടെ സവർഡോ സ്റ്റാർട്ടർ. വലിയ കാര്യത്തിന് അത് സ്റ്റാർട്ട് ചെയ്തിട്ട് വഴിക്ക് വെച്ച് പാളിപ്പോയായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ബാച്ച് ഞാൻ ഉണ്ടാക്കിയതാട്ടോ ഇത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ആദ്യമായിട്ട് ഞാൻ ഈ സ്റ്റാർട്ടർ ഉണ്ടാക്കാൻ നോക്കിയപ്പം എല്ലാ ദിവസവും ഫീഡിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ ഓരോ ദിവസവും കുറച്ച് കളയണം, കളഞ്ഞതിന് ശേഷമാണ് ഫീഡ് ചെയ്യേണ്ടതെന്നുള്ളത്. എന്തായാലും ഈ പ്രാവശ്യം സക്സസ് ആവുക എന്നുള്ളത് നിങ്ങളോട് പറയാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ എന്താണെങ്കിലും നമ്മൾ ഓട്സാണ്, എളുപ്പമാണ്, അതുപോലെ ഹെൽത്തിയാണ്. കുറച്ച് സ്റ്റഫ് ചെയ്ത് നമുക്ക് ഇരുന്നോളും ചെയ്യും. അതുകൊണ്ട് എല്ലാ ദിവസവും ഇപ്പോൾ മിക്ക ദിവസങ്ങളിലും ഞാൻ ഓട്സാണ്, ഓട്സിൻ്റെ കഞ്ഞി പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഇടും. അങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത്. പഴം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ. അപ്പോൾ പഴം ചീത്തയാകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്തായാലും ഓട്സിൽ പഴം ഇടാമെന്ന് ഓർത്തു. സാധാരണ ഞാൻ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഇടും, പിന്നെ മേപ്പിൾ സിറപ്പൊക്കെ ഒഴിക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം പഴം മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. കൂടാതെ നമ്മുടെ കുറച്ച് ഹെൽത്തി മിക്സ്, സീഡിൻ്റെ മിക്സും ഉണ്ട്. അത് കുറച്ച് നല്ല ടേസ്റ്റ്, ക്രഞ്ചി ടേസ്റ്റ് കൊണ്ടുവരും കേട്ടോ നമ്മുടെ ഓട്സിൻ്റെ കഞ്ഞിക്ക്. ഓട്സ് കഴിച്ച ചില ആൾക്കാർക്ക് പെട്ടെന്ന് മടുക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെയല്ല കേട്ടോ. നമുക്ക് ഓട്സ് എങ്ങനെ കഴിച്ചാലും ഒരു മടുപ്പുമില്ല. ഇത്രയും ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനം വേറൊന്നുമില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇത് കണ്ട ആർക്കാ കഴിക്കാൻ തോന്നാത്തേ? കുറച്ച് നാളുകളായിട്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു ഓർഡർ ഇല്ലയെന്ന്. എല്ലാ ദിവസവും നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ജോബ് അപ്ലൈ ചെയ്യാനായിരുന്നു. ഇപ്രാവശ്യം ഞാൻ ഈ വീക്ക് മുതൽ അതിനൊരു ചേഞ്ച് വരുത്തി കേട്ടോ. ഞാൻ അതിന് സ്ട്രെസ്സ് കൊടുക്കാതെ നമ്മൾ ഒരു പാർട്ട് ഓഫ് ലൈഫ് എന്നുള്ള രീതിയിൽ ജോബ് ആപ്ലിക്കേഷൻ ഏറ്റെടുത്തു. കാരണം ഇതിങ്ങനെ കുത്തിയിരുന്ന് അപ്ലൈ ചെയ്ത് നമുക്ക് റിജക്ഷനൊക്കെ വരുമ്പോൾ മെൻ്റലി നമ്മൾ കുറച്ച് ഡൗൺ ആയി പോവും. പിന്നെ നമ്മൾ ആരെയും കാണുന്നില്ല, മിണ്ടുന്നില്ല, ഒരു വീട്ടിൽ തനിച്ചാണ്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വേറെ ഉണ്ട്. കാശിന് കാശ് തന്നെ വേണം. അതുകൊണ്ട് നമുക്കൊരു ജോലി അത്യാവശ്യമാണ്. പക്ഷേ അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന നമ്മൾ മെൻ്റലി ഡൗൺ ആയി പോകുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കേട്ടോ ഞാൻ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാനൊരു ക്വിക്കായിട്ട് പ്ലാൻ ഉണ്ടാക്കി. നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അതെന്തായാലും നമുക്ക് തൊട്ടടുത്തുള്ളൊരു ടൗൺ സെൻറ്റർ വരെ പോയി വാങ്ങിക്കാമെന്ന് ഓർത്തു. അതിനു മുമ്പായിട്ട് നമുക്ക് ചെയ്തു തീർക്കാനായിട്ട് കുറേ ജോലികളും ഉണ്ട്. ആദ്യം തന്നെ നമുക്ക് തുണി അലക്കാനിടണം. നമ്മുടെ വാഷിംഗ് മെഷീനിലെ വെയിറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് പെട്ടെന്ന് തുണി നിറയും. നമുക്ക് അത് അലക്കിയിടാം. വിരിച്ചിടലൊക്കെ നമുക്ക് തിരിച്ച് വന്നിട്ട് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് നടക്കില്ല. നാട്ടിലെ പോലെയാണ് ബസ്സിൻ്റെ സമയം നമ്മൾ നേരത്തെ തന്നെ നോക്കി വെച്ചിട്ട് വേണം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. ഒരു ബസ് മിസ്സായാൽ പിന്നെ അടുത്ത ബസ് എപ്പോഴാണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സിംഗപ്പൂരായിരുന്നപ്പോൾ നമ്മൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. നേരെ ചാടി ഇറങ്ങുന്നു, ബസ് സ്റ്റോപ്പിലെത്തുന്നു, നേരെ ബസ് കയറുന്നു. ഒരു ബസ് പോയാൽ അടുത്ത ബസ് 5 മിനിറ്റോ അല്ലെങ്കിൽ 7 മിനിറ്റോ ഒക്കെ കഴിയുമ്പോൾ വരും. അതുകൊണ്ട് അങ്ങനെ ഒരു ടെൻഷൻ നമുക്കില്ലായിരുന്നു. പക്ഷേ കമ്പാരിറ്റീവ്ലി റെസ്റ്റ് ഓഫ് ദ ഓസ്ട്രേലിയ വെച്ച് നോക്കുമ്പോൾ സിഡ്നിയിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലതാണ്. അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള ചിലവും ഉണ്ട് കേട്ടോ. ഇനി അടുത്ത ജോലി എന്ന് പറയുന്നത് വേറൊന്നുമല്ല.
എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളിലും നമ്മുടെ ഇവിടെ ടൗൺ കൗൺസിൽ വന്ന് വേസ്റ്റ് കളക്ട് ചെയ്യും. അപ്പോൾ ഈ കാണുന്ന ബിന്നുകളാട്ടോ, ഒന്നിൽ നമ്മൾ റീസൈക്കിൾ ചെയ്യുന്ന കാർഡ്ബോർഡ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം, മറ്റൊന്നിൽ നമ്മുടെ ഫുഡ് വേസ്റ്റും ആണ് കേട്ടോ. ഫുഡ് വേസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെയുള്ള വേസ്റ്റുകൾ വേണം. അപ്പോൾ ഇത് നമുക്ക് ടൗൺ കൗൺസിൽ തന്നെ തരുന്ന ട്രാഷ് ബിന്നാണ്. ഇത് നമ്മൾ രാവിലെ തന്നെ എടുത്ത് വെളിയിൽ വെക്കണം, അല്ലെങ്കിൽ തലേ ദിവസം തന്നെ വയ്ക്കണം. നമ്മളെല്ലാ ദിവസവും മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ എടുത്ത് വയ്ക്കും. അപ്പോൾ അത് അതിരാവിലെ വന്ന് അവർ എടുത്തുകൊണ്ട് പോകട്ടോ. ഞാൻ ഇതുവരെ നോക്കി നിന്നിട്ട് അവരത് കൊണ്ടുപോകുന്നത് ഇതുവരെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അതിന് നേരത്തും കാലത്തും ഒക്കെ ഒന്ന് എഴുന്നേറ്റ് വരണമല്ലോ, എന്നാലാണല്ലോ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് പരിപാടി. അങ്ങനെ അതും വെച്ചു. ഇനി നമുക്ക് ചെടി ഒന്ന് നനച്ചു കൊടുക്കണം. തൊട്ടടുത്ത വീടുകളിലെ പുല്ല് നോക്കിയാൽ കളറിൻ്റെ ഡിഫറൻസ് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ വീട്ടിൽ മാത്രം പുല്ലുകൾ ഫുള്ളും മഞ്ഞ കളറിലായിരിക്കുന്നത്. വിൻ്റർ ആയതുകൊണ്ട് വെള്ളം ഒഴിക്കണോ വേണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേ നാളുകളായിട്ട് ഒഴിക്കാറില്ലായിരുന്നു. അതുകൊണ്ടായിരിക്കണം അങ്ങനെ മുഴുവനും ഉണങ്ങിക്കരിഞ്ഞിരിക്കുന്നത്. ഇനി മുതൽ എല്ലാ ദിവസവും ഇതെല്ലാം രാവിലെ എഴുന്നേറ്റ് ചെയ്യണം എന്നാണ് ആഗ്രഹം. നടക്കോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല കേട്ടോ. എന്തായാലും ബസ്സിൻ്റെ സമയമായിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ഫോർ ഷോപ്പിംഗ്. നമുക്ക് ഇതൊക്കെയാണ് കേട്ടോ വാങ്ങിക്കാനുള്ളത്. പുറത്തേക്ക് ഇറങ്ങിയാൽ നല്ല വെയിലുള്ളതായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ അറ്റ് ദ സെയിം ടൈം നല്ല തണുപ്പും ഉണ്ട് കേട്ടോ. ചൂടും ഉണ്ട് തണുപ്പും ഉണ്ട്, എല്ലാം എക്സ്ട്രീം വേർഷനാണ്. എങ്ങനെ എനിക്ക് ഡിസ്ക്രൈബ് ചെയ്യണമെന്ന് അറിയണില്ല. എന്തായാലും നമ്മുടെ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. സാമാന്യം തരക്കേടില്ലാത്തൊരു ബസ് സ്റ്റോപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ 2 ബസ് വരുന്നുണ്ട്. 2 ബസ്സിൽ ഏതെങ്കിലും ഒന്നിൽ കയറിയാൽ എത്തും എന്നാണ് പറയുന്നത്. ഞാൻ എപ്പോഴും അവരുടെ ട്രാൻസ്പോർട്ട് NSWൻ്റെ സൈറ്റിൽ കയറി നോക്കിയിട്ടാണ് കേട്ടോ പോവാറ്. എന്തായാലും എനിക്ക് ബസ് കിട്ടി. ബസ്സിലാണെങ്കിൽ അധികം ആൾക്കാരൊന്നും ഒരിക്കലും ഉണ്ടാകാറില്ല. ആകെ പീക്ക് ടൈമിൽ മാത്രമാണ് ബസ്സിൽ കുറച്ച് ആൾക്കാർ കാണുള്ളൂ. പണ്ട് ഞാൻ ചേച്ചീനെ ഇങ്ങനെ കളിയാക്കായിരുന്നു, അയ്യേ നിൻ്റെ കൈ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചിട്ട്. ആൾ UK കേട്ടോ. ഇപ്പം അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ സിഡ്നിയിൽ വന്നതിന് ശേഷം എൻ്റെ കൈയെല്ലാം ഒരുമാതിരി ആയിട്ടുണ്ട്. ഹാൻഡ് ക്രീമൊക്കെ എന്തോരം വാരി പുരട്ടുന്നുണ്ടെന്ന് എനിക്ക് പോലും അറിയില്ല. എന്തായാലും നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. റൗസ് ഹിൽ മെട്രോൻ്റെ അടുത്താണ് കേട്ടോ ഈ ടൗൺ സെൻറ്റർ. റൗസ് ഹിൽ ടൗൺ സെൻറ്റർ എന്ന് തന്നെയാണ് പേരും. അപ്പോൾ ഇവിടെ കുറച്ചധികം ഷോപ്സ് ഉള്ളതുകൊണ്ട് എന്നെപ്പോലുള്ളവർക്ക് പറ്റിയൊരു പ്ലേസാണ്. ഈ ഫോൺ ഞാൻ ഇങ്ങനെ വെച്ച് വീഡിയോ എടുക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് ആരെങ്കിലും ഫോൺ വന്ന് എടുത്തുകൊണ്ട് പോകുമെന്ന്. കാരണം സിംഗപ്പൂരാണെങ്കിൽ നമുക്കിതൊന്നും പേടിക്കാനില്ല, അത്രയ്ക്ക് സേഫാണ് കേട്ടോ. അപ്പോൾ സിഡ്നിയിലെ കാര്യം എങ്ങനെയാണെന്ന് എനിക്ക് അറിയണില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പെട്ടെന്നൊരു പേടി തോന്നി കേട്ടോ. ഇനി കുറച്ച് യൂസ്ഡായി കഴിയുമ്പോൾ മനസ്സിലാവുമായിരിക്കും. ഈ ടൗൺ സെൻറ്ററും ഇവിടുത്തെ ഷോപ്പുകളും ഞാൻ മറ്റുള്ള വീഡിയോകളിലൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ പരിചയമുള്ള ആൾക്കാരെ കാണാനും ചാൻസ് കൂടുതലാണ്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ബിഗ് W, അതുപോലെ തന്നെ Kmart, അങ്ങനെ 2 ഷോപ്പുകളുണ്ട്. അത്യാവശ്യം നമ്മുടെ ഹൗസ് ഹോൾഡ് ഐറ്റംസ് ലൈക്ക് പ്ലേറ്റ്, അതുപോലെ ട്രേ, അങ്ങനെ ഒരു പുതിയതായിട്ട് നമ്മളൊരു വീട്ടിലേക്ക് കയറുമ്പോൾ വാങ്ങേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ അങ്ങനത്തെ ഷോപ്പിൽ നിന്ന് കിട്ടും. അപ്പോൾ എനിക്ക് 2 കപ്പ് മേടിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ചായ കപ്പ് ഭയങ്കരമായിട്ട് കറ പിടിച്ചിരിക്കുകയാണ്. അതൊന്ന് ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഈ പ്രാവശ്യം എന്തായാലും ഇക്കേന്ന് വേണ്ടാന്നാണ് അഭിപ്രായം. അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഫൈനലി എന്തായാലും Kmartൽ എത്തിപ്പെട്ടു കേട്ടോ. ലുലു മോൾ പോലെ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. സിംഗപ്പൂരിൻ്റെ ഒരു സ്ട്രക്ചറേ അല്ലാത്തതുകൊണ്ട് എനിക്കത് യൂസ്ഡായി വരുന്നേ ഉള്ളൂ. എന്തായാലും ഞാൻ ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് കപ്പ് നോക്കാം. കപ്പ് കാണുവാണെങ്കിൽ എന്താണെങ്കിലും നമുക്ക് ഇന്ന് എടുക്കണം. എൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ കാണാൻ ഭംഗിയും വേണം, അതുപോലെ അറ്റ് ദ സെയിം ടൈം വെയിറ്റ് ഉണ്ടാവരുത്. മിക്ക പ്ലേറ്റിൻ്റെയും കപ്പിൻ്റെയും പ്രോബ്ലം എന്ന് പറയുന്നത് നല്ല വെയിറ്റ് ആയിരിക്കും ഭംഗി വരുമ്പം. അപ്പോൾ അത് അങ്ങനെ ഒത്തു കിട്ടാൻ ഒരു ഇത്തിരി പാടായിട്ട് തോന്നി. അങ്ങനെ ഭംഗിയും ഉപയോഗവും എല്ലാം കൂടെ ഒത്തു വരുമ്പോൾ നമുക്ക് ശരിയാവണില്ല കേട്ടോ. എനിവേ എനിക്ക് എന്തായാലും കപ്പൊന്നും ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ കപ്പ് വാങ്ങിക്കുന്നില്ല എന്ന് തന്നെ തീരുമാനിച്ചു. പിന്നെ എനിക്ക് എണ്ണ വെക്കാനായിട്ടുള്ളൊരു കുപ്പി വേണം, ഓയിൽ ഡിസ്പെൻസർ, അങ്ങനെ ഒരു ഐറ്റവും നമ്മുടെ വീട്ടിലില്ല. അപ്പോൾ എല്ലാ പ്രാവശ്യം പോകുമ്പോഴും കുറച്ചധികം സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടി വരും. ഇവഞ്ച്വലി ആ പർച്ചേസ് ചെയ്യുന്ന ഐറ്റംസിൻ്റെ എണ്ണം കുറഞ്ഞു വരുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഞാൻ അവിടെ നിന്നൊന്നും എടുത്തില്ല. അതേ ആ കാണുന്ന ഒരു ട്രാൻസ്പെറൻറ്റ് ട്രേ മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം കണ്ടുവെച്ചു. ഇനി നിബിനുമായിട്ട് വന്ന് കാറിന് വരുമ്പോൾ നമ്മൾ എടുത്തുകൊണ്ട് പോകാമെന്ന് ഓർത്തു. അല്ലെങ്കിൽ പിന്നെ ഞാനിതെല്ലാം ചുമന്നുകൊണ്ട് പോകണ്ടേ. എവിടെ പോയാലും നമ്മുടെ കണ്ണ് കോഴിക്കോട്ടിൽ തന്നെയാണ്, വേറൊന്നും പോയില്ല. ഡിസ്കൗണ്ടിനുള്ള ഡ്രസ്സ് കണ്ടപ്പോൾ അവിടെ കുറച്ച് നേരം ഒന്ന് സ്റ്റക്കായിട്ടിരുന്നു. വാങ്ങണോ വേണ്ടയോ എന്ന് കുറച്ചധികം നേരം അവിടെ നിന്ന് ആലോചിച്ചു. അങ്ങനെ വാങ്ങണ്ടെന്നുള്ള തീരുമാനത്തിൽ തിരിച്ചു പോകുന്നു കേട്ടോ. വാങ്ങിയില്ലെങ്കിലും കണ്ണുകൊണ്ട് കാണുമ്പോൾ ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് വേറൊരു സംഭവമാണ്.
ഇത്രയും അലഞ്ഞ് തിരിഞ്ഞതുകൊണ്ട് ലഞ്ചിൻ്റെ ടൈമും കൂടെ ആയതുകൊണ്ട് നമുക്ക് വിശക്കാൻ തുടങ്ങി. അതുകൊണ്ട് ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് ഓർത്ത് ഞാൻ അവിടുത്തെ ഫുഡ് കോർട്ട്, അവിടെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ. ഫുഡ് കോർട്ട് കൂടാതെ ഒത്തിരി റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. പക്ഷേ എനിക്ക് എന്തോ ഫുഡ് കോർട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവിടെ പോയിട്ട് നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ട് വാങ്ങിച്ച് കഴിക്കാമെന്ന് ഓർത്തു. അങ്ങനെ ഒരു ചീസ് ബർഗറാണ് കിട്ടിയത്. ആ ചീസ് ബർഗർ വെച്ച് നമുക്ക് തൽക്കാലം വിശപ്പടക്കാം. പിന്നെ നമുക്ക് വീട്ടിൽ പോയിട്ട് എന്തായാലും ലഞ്ചായിട്ട് തന്നെ കഴിക്കാമെന്ന് ഓർത്തു കേട്ടോ. വീക്ക് ഡേ ആയിട്ട് കൂടി ആ ഫുഡ് കോർട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ തൊട്ടടുത്ത് പിള്ളേർക്ക് കളിക്കാവുന്ന ഒരു ഏരിയയും കൂടി ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണോ എന്നറിയില്ല, എന്തായാലും അത്യാവശ്യം നല്ല പോലെ ആൾക്കാരുണ്ടായിരുന്നു. എനിക്ക് ബേക്കിംഗ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബേക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഓവനിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് അതിൻ്റെ കുറച്ച് ഐറ്റംസാണ് നമ്മളിന്ന് മേടിക്കാൻ പോകുന്നത്. ഞങ്ങൾ യൂഷ്വലി വീക്ക്ലി ഷോപ്പിംഗ് ചെയ്യുന്നത് നമ്മുടെ മാർക്കറ്റിലാണ്. ഇവിടെ അടുത്ത് തന്നെ നമുക്കൊരു മാർക്കറ്റ് ഉണ്ട്. അവിടെ പോയിട്ടാണ് കേട്ടോ സാധനങ്ങൾ മേടിക്കാറ്. മാർക്കറ്റിൽ കിട്ടാത്ത ഐറ്റംസ് മാത്രമാണ് നമ്മൾ കോൾസിൽ നിന്ന് വാങ്ങിക്കാറുള്ളൂ. എല്ലാ പ്രാവശ്യവും കാണുമ്പോൾ വാങ്ങിക്കണം എന്ന് ഓർത്തിട്ട് വാങ്ങിക്കാതെ പോകുന്നൊരു സാധനമാണിത്. എന്തായാലും ഈ പ്രാവശ്യം വാങ്ങിച്ചാൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഓർത്തു. ഓട്ട് മിൽക്ക്, ഞാൻ അതിൻ്റെ അൺസ്വീറ്റൻഡ് വേർഷനാണ് മേടിച്ചത്. കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ. ടി വി പ്രോഗ്രാംസോ സിനിമയോ സീരീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാനിരിക്കുമ്പോൾ കുറിക്കുന്ന സ്വഭാവം ഉണ്ടോ നിങ്ങൾക്ക്? ഞങ്ങൾക്ക് അത് കുറച്ച് കൂടുതലാണ് കേട്ടോ. എസ്പെഷ്യലി പോപ്കോൺ ആണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ കോൾസിൽ 95 സെൻറ്റിന് മൈക്രോവേവിൽ ചെയ്യാൻ പറ്റുന്ന പോപ്കോൺ കിട്ടുമല്ലോ, അത് 2 എന്തായാലും എടുത്തു. പിന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് കിട്ടാത്തൊരു സാധനമാണ് കൊക്കോ പൗഡർ. എന്താ ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്? ചേച്ചി എൻ്റെ ക്യാമറ കയറി നിന്ന് ക്യാഷ് എണ്ണിക്കൊണ്ടിരിക്കുകയാണല്ലോ. ചെറുതായിട്ടൊന്ന് ചമ്പി പോയിട്ടോ. അപ്പോൾ എന്തായാലും കൊക്കോ പൗഡർ ഞാൻ അവിടെ കണ്ടത് ഒരെണ്ണെടുത്തു. പക്ഷേ നോർമലി കാണുന്ന കൊക്കോ പൗഡർ ഒന്നും കണ്ടില്ല ഇവിടെയൊന്നും. ഞാൻ പോയ അയലിൻ്റെ പ്രോബ്ലം ആണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും വലിയ പാക്കറ്റ് കൊക്കോ പൗഡർ ഒന്നും കിട്ടിയില്ല. ചെറുതൊരെണ്ണം എടുത്തിട്ട് നമ്മൾ പോന്നു. കഴിഞ്ഞ ദിവസം കോസ്കോ പോയപ്പോഴും ഞാൻ നോക്കിയിട്ടോ. കോസ്കോയിലെല്ലാം നമുക്ക് ബൾക്കായിട്ട് കിട്ടുന്നതാണല്ലോ. അവിടെയും കണ്ടില്ല നമ്മുടെ കൊക്കോ പൗഡർ. ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നെ കേട്ടോ. അപ്പോൾ എന്തായാലും ബസ് പറഞ്ഞതിലും നേരത്തെ വന്നു. അതുകൊണ്ട് വീട്ടിലെത്തി നേരത്തെ തന്നെ ഞാൻ കഴിക്കാൻ പറ്റി കേട്ടോ. അപ്പോൾ കറിയുടെ എണ്ണം കണ്ട് പേടിക്കണ്ട. ഒരു 2-3 ദിവസത്തെ കറികളെല്ലാം ഒരുമിച്ചിരിപ്പുണ്ടായിരുന്നു. അതെല്ലാം കൂട്ടിയിട്ടൊന്ന് കഴിച്ചു കേട്ടോ. എന്തൊരു വിശപ്പായിരുന്നു എന്നറിയോ. അതുകൊണ്ട് ഫുഡിന് നല്ല ടേസ്റ്റ് തോന്നി. പിന്നെയാണ് ഓർത്തത് നമ്മൾ രാവിലെ അലക്കാനിട്ട തുണികൾ അതുപോലെ തന്നെ കിടക്കുകയാണ് വാഷിംഗ് മെഷീനിൽ. എന്തായാലും വെയിലെല്ലാം പോയി. പക്ഷെ അത് സാരമല്ല, നമുക്ക് തൽക്കാലത്തേക്ക് ഞങ്ങൾ കെ-മാർട്ടിൽ നിന്ന് നമ്മുടെ തുണി വിരിച്ചിടാനുള്ള ഡ്രൈയിങ് റാക്ക് വാങ്ങിച്ചു കേട്ടോ. ഈ ഡ്രൈയിങ് റാക്ക് നമുക്ക് സിംഗപ്പൂരിൽ നിന്ന് നമ്മൾ കയറ്റിവിട്ട ഐറ്റംസിലുണ്ട്. എന്നാലും നമ്മൾ ഒരെണ്ണം കൂടെ വാങ്ങിച്ചു. എന്തായാലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റം ആയതുകൊണ്ട്. അപ്പോൾ അതായത് നമുക്ക് തുണിയെല്ലാം വിരിച്ചിടാം. വെയിലില്ലെങ്കിലും തൽക്കാലം ഇവിടെ അങ്ങ് വിരിച്ചിടുവാണെങ്കിൽ കുറച്ച് ഉണങ്ങി കിട്ടും. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ നമുക്ക് വെയിലത്തേക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ ഇത് തൊട്ടടുത്ത് തന്നെ വീട് പണി നടക്കുന്നുണ്ട്. അതിൻ്റെ പൊടി നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ചില സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു കാറ്റ് വരും. ആ കാറ്റത്ത് നമ്മൾ തന്നെ പറന്നു പോകുന്നുള്ളൊരു ലെവലിലാണ് കാറ്റിൻ്റെ ശക്തി എന്ന് പറയുന്നത്. കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നതാണ് കയ്യിൽ നെയിൽ പോളിഷ് ഇടണമെന്ന്. എന്തായാലും കുളിയൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ നെയിൽ പോളിഷ് ഇട്ടു കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ ആ നെയിൽ പോളിഷ് കയ്യിൽ നിന്ന് പോകുന്നതും കാണിച്ചു തരാം. നമ്മൾ കുക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാത്രം കഴുകി കഴിയുമ്പോൾ തന്നെ നെയിൽ പോളിഷിൻ്റെ വഴിക്ക് പോകും. അപ്പോൾ ഡിന്നർ കുക്ക് ചെയ്യാനാണ് കേട്ടോ പ്ലാൻ. നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ ഒരു ഫിഷിൻ്റെ ഫില്ലേ ഇരിപ്പുണ്ടായിരുന്നു. ആ ഫിഷ് ഫില്ലയാണ് ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഓവനിൽ വെച്ച് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഒന്നും കൊണ്ടല്ല, വൺസ് നമ്മൾ ഓവനിലെല്ലാം സെറ്റ് ചെയ്ത് കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറേ നേരത്തേക്ക് നമ്മൾ അതിന് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അത്രയും നേരം നമുക്ക് ആ ടൈം എന്ന് പറയുന്നത് വേറെ എന്തിനെങ്കിലും യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പാനിലിട്ട് ഇളക്കി മറിച്ച് കുറേ സമയം അങ്ങനെ പോകൂലേ. പിന്നെ പാത്രങ്ങളെല്ലാം കഴുകാൻ നടക്കണം. ഒത്തിരി പാത്രങ്ങൾ വരും എന്താണെങ്കിലും. ഇതാകുമ്പോൾ നമ്മുടെ ബേക്കിംഗ് ട്രേ വെച്ചിട്ട് നമുക്ക് ഡിഷസ് എല്ലാം ഒറ്റയടിക്ക് 1 പാൻ സെറ്റിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. എല്ലാ പ്രാവശ്യവും ഫിഷിൻ്റെ മാരിനേഷൻ എന്ന് പറയുന്നത് ബ്ലാക്ക് പെപ്പർ സോൾട്ട് ഇത്ര ഉണ്ടാവാറുള്ളൂ. ഇപ്രാവശ്യം കുറച്ച് വെറൈറ്റിക്ക് നാടൻ മസാലകളൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പോരാത്തതിന് കുറച്ച് ബട്ടറൊക്കെ ഓവറായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗാർലിക് ആഡ് ചെയ്തു. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ഉണ്ടായിരുന്നു. അതെല്ലാം ചോപ്പ് ചെയ്ത് നന്നായിട്ട് പുരട്ടിട്ടോ. ഓവറായിട്ട് നമ്മൾ പുരട്ടിയില്ല. ഫിഷിൻ്റെ ടേസ്റ്റ് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തു കേട്ടോ.
മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലെമൺ ജ്യൂസ് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് അതും കൂടെ ചേർത്തിട്ടാണ് ചേരുന്നത്. അപ്പോൾ ആ ലെമൺ ജ്യൂസിൻ്റെ ആ ഒരു പുളി ടേസ്റ്റ് വരുമ്പോൾ നമുക്ക് ഫൈനൽ റിസൾട്ടിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. ഇത്രയൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയാലും കഴിക്കാൻ നേരത്തെ ഒരു 10 മിനിറ്റ് കൊണ്ട് കഴിച്ചു തീരും. അപ്പോൾ അതുകൊണ്ട് എഫേർട്ടിലൊന്നും കാര്യമില്ല എന്നുള്ളത് ഓൾറെഡി നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ കുറച്ച് അൺഹെൽത്തി വേർഷനാണ് കേട്ടോ. അതാണ് ഞാൻ കുറച്ച് ബട്ടറൊക്കെ ചേർത്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒലീവ് ഓയിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ അതിൻ്റെ സൈഡായിട്ട് നമുക്ക് ഉള്ള പച്ചക്കറികൾ, കുറേ അധികം പച്ചക്കറികൾ ഇരിപ്പുണ്ട്. ക്യാരറ്റും ബെൽ പെപ്പറും അതുപോലെ സ്വീറ്റ് പൊട്ടറ്റോ അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ കിട്ടിക്കൊണ്ടിരുന്നൊരു സാധനമായിരുന്നല്ലോ മധുരക്കിഴങ്ങ്. അന്നൊന്നും എനിക്കിതിൻ്റെ വില അറിയില്ലായിരുന്നു കേട്ടോ. നമ്മുടെ ന്യൂട്രീഷനിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കിടുവായിട്ടുള്ളൊരു സാധനമാണ് ഈ സ്വീറ്റ് പൊട്ടറ്റോ എന്നുള്ളത്. മധുരക്കിഴങ്ങാണെങ്കിലും ഈ കിഴങ്ങിന് ഷുഗർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ് കമ്പയർഡ് ടു നോർമൽ പൊട്ടറ്റോ. അതുകൊണ്ട് തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ജാപ്പനീസ് ആൾക്കാർ ഇത് ഭയങ്കരമായിട്ട് കഴിക്കും, അവർക്ക് ആയുസ് കൂടുതലാണെന്ന്. ശരിയാണോ നുണയാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നമുക്ക് സ്വീറ്റ് പൊട്ടറ്റോ ഇത്രയും മതി കേട്ടോ. പകുതി എടുക്കാം, കാരണം ഓവറായി പോയി കഴിഞ്ഞാൽ കുളമായി പോയാലോ. അതുകൊണ്ട് ഒരു പീസ് ഞാൻ എടുത്ത് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ഞാൻ വെജിറ്റബിൾ സോട്ട് ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ എപ്പോഴും ചെറുതായിട്ട് ഒണിയനും കൂടെ ചേർക്കാൻ നോക്കാറുണ്ട്. പിന്നെ എൻ്റെ സൗണ്ട് മൊത്തത്തിൽ പോയി തുടങ്ങിയിട്ടുണ്ട് വീണ്ടും. അതുകൊണ്ട് ഇടയ്ക്ക് ചൂടുവെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വോയിസ് ഓവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസ് മാരിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. ജസ്റ്റ് നമ്മുടെ സോൾട്ടും പെപ്പറും, കൂടാതെ എൻ്റെ കയ്യിൽ ഒലീവ് ഓയിൽ ഇല്ലായിരുന്നു. നമ്മുടെ നിബിൻ ഒലീവ് ഓയിലാണെന്ന് പറഞ്ഞിട്ട് കോസ്കോയിൽ പോയപ്പോൾ എടുത്തുകൊണ്ട് വന്നതാണ് അവക്കാഡോ ഓയിൽ. എന്തായാലും അവക്കാഡോ ഓയിലും മോശമൊന്നുമല്ല, അത്യാവശ്യം നല്ലതായതുകൊണ്ട് ഞാനങ്ങ് ക്ഷമിച്ച് വിട്ടു. അപ്പോൾ നമ്മളിന്ന് പോയപ്പോൾ വാങ്ങിക്കാൻ മറന്നു പോയിട്ടോ. നമുക്ക് അലുമിനിയം ഫോയിൽ വാങ്ങിക്കണമായിരുന്നു. അതില്ലാത്തതുകൊണ്ട് തൽക്കാലം നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന ബേക്കിംഗ് പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ വെജിറ്റബിൾസ് ഗ്രില്ല് ചെയ്തെടുക്കാൻ പോകുന്നത്. പിന്നെ ഒരു കാര്യം മറന്നുപോയി, നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന സാധനങ്ങൾ അതുപോലെ തന്നെ ഇരിപ്പുണ്ട്, ഒന്നും എടുത്തു വെച്ചിട്ടില്ല. എല്ലാം ഇനി പയ്യെ നമുക്ക് എടുത്തു വെച്ചാലോ. ഇതെല്ലാം ഇട്ട് വെക്കാനായിട്ട് നമുക്ക് പാത്രങ്ങളൊന്നുമില്ല. അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത്. എനിക്ക് കുറച്ച് OCDയുടെ അസുഖമുണ്ട് കേട്ടോ. അതുകൊണ്ട് വെറുതെ എവിടെ എന്തെങ്കിലും കിടക്കണ കാണുമ്പോൾ നമുക്ക് മനസ്സിന് എപ്പോഴും ഒരു പ്രശ്നമാണ്, ബുദ്ധിമുട്ടാണ്. അത് ഓർഗനൈസ്ഡ് ആയിട്ട് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം കിടന്നുറങ്ങാൻ പറ്റില്ല. നാളെ നമുക്ക് കുറച്ചധികം കുക്ക് ചെയ്ത് വെക്കാം, ലൈക്ക് ബേക്കിംഗ് ഒക്കെ ചെയ്ത് വെക്കാം, സ്നാക്ക് ഐറ്റംസൊക്കെ. ഇന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതുകൊണ്ട് നമുക്ക് തീരെ സമയം കിട്ടിയില്ല. കുറേ നാളായിട്ട് തപ്പിക്കൊണ്ടുവന്നതായിരുന്നു കൊക്കോ പൗഡർ, അതും ബേക്കിംഗ് പൗഡറും. കണ്ടോ, പുതിയ ഒബ്സഷനാണ് ഡാർക്ക് ചോക്ലേറ്റ്. സ്നേഹയുടെ അടുത്ത് പോയപ്പോൾ നമ്മളിത് കഴിച്ചായിരുന്നു കേട്ടോ, ഡാർക്ക് ചോക്ലേറ്റ്. അങ്ങനെയാണ് ഡാർക്ക് ചോക്ലേറ്റ് ഇപ്പം ഒന്ന് മാറ്റി വെച്ചിരിക്കുന്നൊരു സാധനമായിരുന്നു. ഇപ്പോൾ ഈയിടെയായിട്ട് ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കാരണം സ്നേഹയാണ് കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളൊരു സാധനമാണ് പ്രോട്ടീൻ ബാർ, അല്ലെങ്കിൽ ക്യുക്കായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും എനർജി ബാറൊക്കെ പോലെയുള്ളത്. അത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഒരു പ്രാവശ്യം നമുക്ക് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യണം. അപ്പോൾ തൽക്കാലം നമുക്കിത് വാങ്ങിയത് ഉപയോഗിക്കാം കേട്ടോ. വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ കളയണ്ടേ. അപ്പോൾ റൂം സ്പ്രേ നമ്മൾ കണ്ടില്ല കേട്ടോ, വാങ്ങിച്ചില്ല. ഇതിലേക്ക് കുറച്ച് സാധനങ്ങളൂടെ ആഡ് ചെയ്യാനുണ്ട്. നമ്മുടെ അലുമിനിയം ഫോയിൽ ഇപ്പോൾ കണ്ടില്ലേ, ബേക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് ബേക്കിംഗ് പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ ഗ്രില്ല് ചെയ്യാനായിട്ട് വെച്ചത്. അപ്പോൾ അതെല്ലാം ചെയ്യണം. പിന്നെ വീക്ക്ലി പ്ലാനറൊന്നും ഇല്ല, മീൽ പ്ലാനൊന്നും ഇപ്പോൾ നടക്കില്ല. നമ്മൾ രണ്ടുപേരും ഉള്ളതുകൊണ്ട് എത്ര ഉണ്ടാക്കിയാലും ബാക്കിയാണ്. അതുകൊണ്ട് ഹായ്ക്കുട്ടനൊക്കെ വന്നിട്ട് നമുക്ക് ശരിക്കും മീൽ പ്ലാനിങ് തുടങ്ങണം. അതുപോലെ കുറച്ച് സീസണിങ് പൗഡറും വേണം. നമ്മുടെ ഒറഗാനോ, തൈമും ഒക്കെ അതൊക്കെ എടുക്കാം. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പോയതാണ്. അത് കഴിഞ്ഞു. കുക്കിംഗ് ഫിനിഷ് ആവുന്നതിന് മുമ്പ് തന്നെ നിബിൻ വന്നു കേട്ടോ. സാധാരണ നമ്മൾ വന്ന വഴി തന്നെ ചായയുടെ കൂടെ ഡിന്നർ കഴിക്കും. കാരണം നിബിൻ വരുമ്പോൾ തന്നെ ഒരു 6+ ആകും. അപ്പോൾ ആ ടൈമിൽ പിന്നെ നമ്മൾ വേറെ എക്സ്ട്രാ കഴിക്കുന്നതിൽ നല്ലതല്ല ഒറ്റയടിക്ക് ഡിന്നർ കഴിക്കുന്നതെന്ന് ഓർത്തു. അങ്ങനെ നമ്മൾ ഡിന്നർ കഴിക്കാമെന്ന് ഓർത്ത പ്ലാൻ ഒക്കെ പൊളിഞ്ഞു പോയി. തൽക്കാലം ചായയും ബിസ്ക്കറ്റും കഴിച്ചിട്ട് പിന്നെ നമുക്ക് ഡിന്നർ കഴിക്കാമെന്നുള്ള രീതിയിലായിട്ടോ. പ്ലേറ്റിൽ കിടക്കുന്ന ബിസ്ക്കറ്റ് ഉണ്ടോ, നമ്മുടെ പാർലേജിയാണ്. എൻ്റെ കയ്യിൽ നിന്ന് നിലത്ത് വീണതാണ്, മൊത്തത്തിൽ പൊട്ടി പൊളിഞ്ഞു പോയി.
ചായ കുടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിബിൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് കൊണ്ട് ഫോണിലുള്ള ന്യൂസൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എയർ ഇന്ത്യ ഫ്ലൈറ്റ് ക്രാഷായ വിവരം ജസ്റ്റ് ഞാൻ അറിഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇനി അതിൻ്റെ ന്യൂസെല്ലാം നമുക്കൊന്ന് കാണണം. ഈ ഫിഷ് ഏതാണെന്ന് ഞാൻ മറന്നുപോയി കേട്ടോ. എനിക്ക് കണ്ടിട്ട് എൻ്റെ ഓർമ്മയിൽ സീബാസ് ആയിരുന്നു എന്ന് തോന്നുന്നു. സീബാസിൻ്റെ മലയാളത്തിലുള്ള പേരെനിക്ക് അറിയില്ല. എന്തായാലും നല്ല ജ്യൂസി ആയിട്ട് ഫിഷ് കിട്ടിയിട്ടുണ്ട്. കുറച്ച് നാളുകളായിട്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് പോവുമായിരുന്നു. ഇന്നാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സന്തോഷമുള്ള ദിവസമായിരുന്നു, പുറത്തൊക്കെ പോയതുകൊണ്ട്. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേനും ഇങ്ങനെ ഒരു ദുരന്ത വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. അതും ടേക്ക് ഓഫ് ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ തകർന്നു വീണു എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു പേടി തോന്നുന്നു. നമ്മളാണെങ്കിലും എപ്പോഴും ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുന്നവരാണല്ലോ. ആ ഫ്ലൈറ്റിലുണ്ടായിരുന്നവരുടെ വീട്ടിലെ അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അല്ലേ. നേരത്തെ ഡിന്നർ കഴിക്കുന്നത് കൊണ്ട് മൈൻഡ് ഒന്ന് റിഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ നൈറ്റ് ഡ്രൈവിന് പോകാറുണ്ട് കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നാളെ മറ്റൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.